ഇരുവൃക്കകളും തകരാറിലായ 50-കാരൻ സുമനസ്സുകളുടെ സഹായം തേടുന്നു. എലവഞ്ചേരി മണ്ണാമ്പറമ്പ് സ്വദേശി സുരേന്ദ്രനാണ് ഇരുവൃക്കകളും തകരാറിലായതിനെ തുടർന്ന് ചികിത്സാ സഹായം തേടുന്നത്. പെയിന്റിംഗ് തൊഴിൽ ചെയ്തു വന്ന സുരേന്ദ്രൻ താനൊരു വൃക്കരോഗിയാണെന്ന് അറിഞ്ഞതോടെ ആകെ തകർന്നുപോയി. ഭാര്യയും മക്കളും അടങ്ങുന്ന കുടുംബത്തിന്റെ ഏകാശ്രയമായിരുന്ന സുരേന്ദ്രന് ജീവിതം കൈവിട്ടു പോകുമെന്ന് തോന്നിപ്പോയ നിമിഷങ്ങളായിരുന്നു പിന്നീട്. ജോലിക്ക് പോകാൻ കഴിയാതായതോടെ കുടുംബത്തിന്റെ പ്രധാന വരുമാനം മുടങ്ങി. ഭാര്യ കൂലിപ്പണിയെടുത്തും തൊഴിലുറപ്പ് തൊഴിലെടുത്തും കിട്ടുന്ന തുക മാത്രമാണ് കുടുംബത്തിന്റെ നിത്യച്ചെലവുകൾക്കും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും സുരേന്ദ്രന്റെ ചികിത്സാ ചെലവിനുമായി വിനിയോഗിക്കുന്നത്. ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സന്മനസ്സുകളുടെയും സഹായം കൊണ്ടുകൂടിയാണ് സുരേന്ദ്രന്റെ ചികിത്സ മുടങ്ങാതെ നടന്നുവന്നത്. നിലവിൽ ഡയാലിസിസിന് വിധേയനായി വരികയാണ് ഈ 50-കാരൻ. ആഴ്ചയിൽ 3 തവണ ഡയാലിസിസ് ചെയ്യുന്നതിന് 3000 രൂപയോളമാണ് ചിലവ്. സുരേന്ദ്രന്റെ തുടർ ചികിത്സയ്ക്കുള്ള ഭാരിച്ച തുക കണ്ടെത്താൻ ഈ നിർധന കുടുംബത്തിന് കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. സുമനസ്സുകളുടെ കാരുണ്യഹസ്തം തങ്ങളിലേക്ക് എത്തുമെന്ന പ്രതീക്ഷ മാത്രമാണ് ഇനി ബാക്കിയുള്ളതെന്ന് സുരേന്ദ്രന്റെ ഭാര്യ പറയുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടെങ്കിൽ തന്നെ ഞങ്ങൾക്ക് ഇനി മുൻപോട്ട് പോകാനുള്ള വഴിയുള്ളൂ. എല്ലാവരും സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നിങ്ങളൊക്കെ സഹകരിച്ചാലേ ഇനി ഞങ്ങൾക്ക് മുൻപോട്ടുള്ള ചികിത്സയ്ക്കുള്ള സഹായം നിങ്ങളുടെ കയ്യിൽ നിന്നും കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഞാനും എൻ്റെ കുടുംബവും ജീവിക്കുന്നത്. നിങ്ങൾ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് കൺവീനറായി സുരേന്ദ്രൻ ചികിത്സാ സഹായനിധി രൂപീകരിച്ചിട്ടുണ്ട്. സഹായമായി ലഭിക്കുന്ന 1 രൂപ പോലും ഈ കുടുംബത്തിന് വലിയ ആശ്വാസമാവുമെന്ന് പ്രസിഡന്റ് കെ മണികണ്ഠൻ പറഞ്ഞു. ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയായ സുരേന്ദ്രനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ നമുക്ക് കൈകോർക്കാം. ഈ നാട്ടുകാരുടെ ചെറിയ സഹായം കൊണ്ടാണ് ഇപ്പോൾ ഒന്നരാടം ഡയാലിസിസ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നിർധന കുടുംബമാണ്. ഇരിക്കുന്ന വീട് 3 സെൻറ്റുള്ള വീടല്ലാതെ മറിച്ച് വേറെ ഒന്നും തന്നെ ആ പാവങ്ങൾക്കില്ല. നമ്മുടെ എല്ലാവരുടെയും സന്മനസ്സുള്ളവരുടെ സഹായത്തോടു കൂടി മാത്രമേ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. 2 കുട്ടികളുണ്ട്. 2 കുട്ടികളും പഠിക്കുകയാണ്. ഒരു കുട്ടി 20ഓളം വയസ്സായിട്ടുണ്ട്. ഇനി വിവാഹപ്രായമായി. പക്ഷേ ഒരു നിവൃത്തിയില്ലാതെ ഇനി എന്ത് ചെയ്യണം എന്നുള്ളത് ആകെ ഒരു വരുമാന മാർഗ്ഗം ഉണ്ടായിരുന്നത് ഈ സുരേന്ദ്രേട്ടനാണ്. അത് മുടങ്ങിയതോടുകൂടി അവരെ പരിചരിക്കുന്ന ജോലി കൂടി ഭാര്യയ്ക്കായതോടുകൂടി പുറത്ത് പണിക്ക് പോകാൻ പറ്റില്ല. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ നാട്ടുകാരുടെ ചെറിയ സഹായം കൊണ്ടാണ് ഇപ്പോൾ കുടുംബം കഴിഞ്ഞു പോകുന്നതും. ചികിത്സാ സഹായം കിഡ്നി മാറ്റി വയ്ക്കുക എന്ന് പറയുന്നത് ലക്ഷങ്ങൾ ചിലവ് വരുന്ന കാര്യമാണ്. അത് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റാത്ത ഒരു രീതിയാണ് ഇപ്പോൾ ഈ കുടുംബത്തിനുള്ളത്. നമ്മളെല്ലാവരും മനസ്സറിഞ്ഞ് സഹായിച്ചാൽ മാത്രമേ അദ്ദേഹത്തിനുള്ള തുടർ ചികിത്സയുമായി മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ഇപ്പോൾ കിഡ്നി മാറ്റിവെക്കുന്നത് ജില്ലാശുപത്രിയിലും അതുപോലെ തന്നെ കോഴിക്കോട് ഇവിടെയൊക്കെ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഗവൺമെൻറ്റിന് സഹായത്തോടു കൂടി മാത്രമല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അല്ലെങ്കിൽ നമ്മൾ സാധാരണ സന്മനസ്സുകൾ നന്നായി സഹായിച്ചാൽ മാത്രമേ ആ കുടുംബത്തിന് ഇനി തുടർ ചികിത്സയുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൽ എല്ലാവരുടെയും എലവഞ്ചേരി പഞ്ചായത്തിൽ മാത്രമല്ല ലോകമെമ്പാടുമുള്ള മുഴുവൻ ആൾക്കാരുടെയും സഹായം ഈ സുരേന്ദ്രേട്ടനും സിന്ധു ചേച്ചി അവരുടെ കുടുംബത്തിനുണ്ടാവണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. UTV ന്യൂസ്, പാലക്കാട്.